നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് കൂടുതൽ ഗ്ലാസ് ഉള്ള ഫീച്ചേഴ്സുള്ള വർക്ക് വരുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കണം. ഒന്ന്, ഗ്ലാസ് ജോയിൻറ്റ്സ് പ്രോപ്പർലി ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലീക്കേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. രണ്ടാമത്, ഇതിൻ്റെ അകത്ത് കൂടെ ലൈറ്റ് വന്നിട്ട് UV റേഡിയേഷൻസിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഹയറാണ്. അപ്പോൾ അത് രണ്ടും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് 2-3 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സിന് പോകാം. UV റേഡിയേഷൻ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് കൊടുത്ത് നമുക്കതിൻ്റെ ഡാമേജ് എഫക്ട്സ് പ്രിവെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്രോപ്പർ കട്ടനിങ്ങിന് പോകണം, ഈ ഹീറ്റ് അകത്തേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ദ ലൊക്കേഷൻ ഏത് സൈഡിലാണ് നമ്മൾ ഗ്ലാസ് വെക്കേണ്ടതെന്നുള്ളത് നമ്മളുടെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ പ്ലോട്ടിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മാറ്റാവുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഗ്ലാസ്സസ് ഉണ്ട്. പക്ഷേ ദേ ഗോ ഫോർ ഡബിൾ ഗ്ലേസിങ്. ഡബിൾ ഗ്ലേസിംഗ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ ഒരു എയർ കോളം ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തായിരിക്കും അടുത്ത ഗ്ലാസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ് വർക്ക്സ് ആസ് എൻ ഇൻസുലേഷൻ. അവർക്ക് ഹീറ്റിംഗ് വേണം, കൂളിംഗ് വേണം. അപ്പോൾ അതിനുള്ള എനർജി ഭയങ്കരമായിട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഭയങ്കര ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഡബിൾ ഗ്ലേസിങ്ങിന് പോയാൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡബിൾ ഗ്ലേസിങ് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ബെനിഫിഷ്യലാണ് ലോങ് റണ്ണിൽ. എലിവേഷൻ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഒന്ന് ഗ്ലാസ് കോസ്റ്റ്ലിയാണ്, ഒന്ന് ഇതാണ്. ആ ആസ്പെക്റ്റും കൂടെ നമ്മുടെ എൻവയറമെൻ്റലായിട്ട് മാച്ചാകുന്ന വിധത്തിലാണോ എന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്.